അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ വിമാനത്താവളങ്ങളുടെ അടച്ചിടൽ മെയ് 15 വരെ നീട്ടി DGCA. 32 വിമാനത്താവളങ്ങൾ മെയ് 15 പുലർച്ചെ 5:29 വരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് DGCA ശനിയാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ട ഏവിയേഷൻ അധികൃതരും എയർമാൻമാർക്ക് നോട്ടീസുകൾ പുറപ്പെടുവിച്ചു. അധംപൂർ, അംബാല, അമൃത്സർ, അവന്തിപൂർ, ബതിൻഡ, ഭുജ്, ബിക്കാനീർ, ചണ്ഡീഗഡ്, ഹൽവാര, ഹിൻഡൻ, ജയ്സാൽമീർ, ജമ്മു, ജാംനഗർ, ജോധ്പൂർ, കാണ്ഡ്ല, കാൻഗ്രേ, കേശോദ, കിഷൻഗഡ്, കുളു മണാലി, ബുന്ദർ, ലുന്ദ്രാൻ, ലഹ് പട്യാല, പോർബന്ദർ, രാജ്കോട്ട്, സർസവ, ഷിംല, ശ്രീനഗർ, തോയിസ്, ഉത്രലിലായ് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത്. ഈ വിമാനത്താവളങ്ങളിലെ എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നിർത്തിവച്ചിരിക്കുമെന്ന് DGCA പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവർത്തനപരമായ കാരണങ്ങളാൽ ഡൽഹി മുംബൈ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയനുകൾക്കുള്ളിലെ എയർ ട്രാഫിക് സർവീസ് റൂട്ടുകളുടെ 25 സെഗ്മെന്റുകളുടെ താൽക്കാലിക അടച്ചുപൂട്ടലും AAI നീട്ടിയിട്ടുണ്ട്. നിലവിലെ എയർ ട്രാഫിക് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബദൽ റൂട്ടിംഗുകൾ ആസൂത്രണം ചെയ്യാൻ എയർലൈനുകളെയും ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാരെയും DGCA ഉപദേശിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനും തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും പ്രസക്തമായ ATC യൂണിറ്റുകളുമായി ഏകോപിപ്പിച്ചാണ് താൽക്കാലിക അടച്ചുപൂട്ടൽ കൈകാര്യം ചെയ്യുന്നത്. പാകിസ്ഥാൻ അതിർത്തികൾക്ക് സമീപമോ പ്രധാന പ്രതിരോധ താവളങ്ങൾക്ക് സമീപമോ സ്ഥിതി ചെയ്യുന്ന 24 വിമാനത്താവളങ്ങൾ നേരത്തെ തന്നെ അടച്ചിരുന്നു. അതേസമയം യാത്രക്കാരുടെ 100% പ്രീ ബോർഡിംഗ്, സെക്കൻഡറി പരിശോധനകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ കർശനമാക്കിയതിനെ തുടർന്ന് വിമാന കമ്പനികൾ യാത്രക്കാരോട് നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ കർശന സുരക്ഷാ പ്രോട്ടോകോളുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ സുരക്ഷാ വിഭാഗമായ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇത് സംബന്ധിച്ച നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. സന്ദർശകരെ വിമാനത്താവളങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയും സന്ദർശക ടിക്കറ്റുകളുടെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യുന്ന ഉത്തരവ് മെയ് 18 വരെ പ്രാബല്യത്തിലുണ്ടാകും. പതിവ് സുരക്ഷാ പരിശോധനകൾക്ക് പുറമെ എല്ലാ വിമാനങ്ങളുടെയും ബോർഡിംഗ് ഗേറ്റുകളിൽ യാത്രക്കാരുടെയും ബാഗേജുകളുടെയും അധിക പരിശോധനകൾ നടത്തും. അതിനാൽ യാത്രക്കാർ 3 മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതികാര നടപടികളുടെ ഭാഗമായി ഏപ്രിൽ 30-ന് ഇന്ത്യ പാകിസ്ഥാൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട്. അതിനിടെ വിമാനത്താവളങ്ങൾ തുടർച്ചയായി അടച്ചിട്ടതിനാൽ ജമ്മു, ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ചണ്ഡീഗഡ്, ഭുജ്, ജാംനഗർ, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ളതും തിരിച്ചുമുള്ള വിമാനങ്ങൾ മെയ് 15-ന് പുലർച്ചെ 5:29 വരെ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. മെയ് 15 വരെ 10 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും ഇതേ സമയം റദ്ദാക്കുമെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട്. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ബുധനാഴ്ച പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കീഴിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്.